മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള മിസ്റ്റേക്സ് ആണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാത്തതും. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് 3 മ്യൂച്വൽ ഫണ്ട് മിസ്റ്റേക്സ് ദാറ്റ് കീപ് യു പുവർ ആൻഡ് അതുപോലെ തന്നെ അത് എങ്ങനെ നമ്മളെ കൊണ്ട് സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൈസെൽഫ് നിതിൻ നായർ ആൻഡ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ ടു മെനി മ്യൂച്വൽ ഫണ്ട്സ്. അതായത് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 15, 20, 25 മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോയിൽ എടുത്ത് വെക്കും. ആക്ച്വലി ഇവരുടെ വിചാരം നല്ല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുമെന്നാണ്. പക്ഷേ 20, 25 മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി നടക്കാൻ പോകുന്നത് ഓവർലാപ്പിംഗും ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, HDFC ടോപ്പ് 100 ഫണ്ട്സും അതേപോലെ തന്നെ SBI ബ്ലൂ ചിപ്പ് ഫണ്ടും, ഈ രണ്ട് ഫണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിൽ 52% സ്റ്റോക്സും എല്ലാം സിമിലർ തന്നെയാണ്. അതായത് ഞാൻ ചെയ്യുന്നത് ഓവർലാപ്പിംഗ് എന്ന സംഭവം തന്നെയാണ്. ഒരേ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരേ സെക്ടറിൽ തന്നെ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ സപ്പോസ് മാർക്കറ്റ് മേലോട്ട് പോയാൽ പോലും എന്റെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് വളരെയധികം ഹൈ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മാക്സിമം 5 to 10 എന്ന ലിമിറ്റിലേക്ക് മാത്രം വെക്കാൻ നോക്കുക. അതല്ലെങ്കിൽ വളരെയധികം ഡൈവേഴ്സിഫൈ ചെയ്ത് വെക്കാൻ നോക്കുക. അതല്ലാതെ ഒരേ ഫണ്ടും ഒരേ കാറ്റഗറിയിലും തന്നെ നിങ്ങൾ 20, 25 മ്യൂച്വൽ ഫണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടണമെന്നില്ല. ഒരിക്കലും അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുമില്ല. വളരെ കോമൺ ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയർ റിട്ടേൺസ് നോക്കി എടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് വളരെയധികം ഈസിയും വളരെയധികം സിമ്പിളുമായ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കും കൂടിയാണ് ഇത്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ വേഗം അവിടെ ചാർട്ടൊക്കെ എടുത്ത് നോക്കും. കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എന്ന മ്യൂച്വൽ ഫണ്ട്സ് ഏതാണോ അതിനെ അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. കാരണം അവരുടെ വിചാരം കഴിഞ്ഞ കൊല്ലം ഇത്രത്തോളം റിട്ടേൺസ് കിട്ടിയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ കൂടി എനിക്ക് ഇതേ റിട്ടേൺസ് കിട്ടുമെന്നാണ്. ആക്ച്വലി പ്രീവിയസ് ഇയർ റിട്ടേൺസ് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം തന്ന റിട്ടേൺസ് എന്ന് മാത്രമാണ്. ഒരിക്കലും അത് ഫ്യൂച്ചർ റിസൾട്ട്സ് എന്ന് ആരും ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പല ആൾക്കാരും ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കി വേഗം എടുക്കാറുണ്ട്. വിത്ത് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2018 മുതൽ 2020 വരെ ഒന്നാം സ്ഥാനത്ത് നിന്ന മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ബെറ്റർ റിട്ടേൺസ് എന്ന മ്യൂച്വൽ ഫണ്ട്സ് 2021 മുതൽ 2023 വരെ അവരുടെ റാങ്കിങ് എന്ന് പറയുന്നത് 190th ആയിരുന്നു. അതേപോലെ തന്നെ 2018 മുതൽ 2020 വരെ 160ാം സ്ഥാനത്ത് നിന്ന് മ്യൂച്വൽ ഫണ്ട്സ് 2021 മുതൽ 2024 വരെ ഒന്നാം സ്ഥാനത്തുമായിരുന്നു. സോ അതിനർത്ഥം ഒരിക്കലും പ്രീവിയസ് ഇയർ റിട്ടേൺസ് നോക്കി മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതേ റിട്ടേൺസ് കിട്ടാൻ പോകുന്നില്ല. അതിന് പകരം അത്യാവശ്യം ഡൗൺ മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ, അപ്പ് മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ, റോളിംഗ് റിട്ടേൺസ്, ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ NFO ആൻഡ് സെക്ടോറൽ ഫണ്ട്സ്. NFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഫണ്ട് ഓഫർ. അതായത് ഒരു ഫണ്ട് ലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ കയറി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ലൈക്ക് ഗാംബ്ലിംഗ് പോലെയാണ്. കാരണം ഒരു ഫണ്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞ് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഒരു ഫണ്ട് മാനേജർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ ഫണ്ട്സ് ഏതെല്ലാം വേണം, ഇതെല്ലാം അനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ ഫണ്ട് അവിടെ കൂടുതൽ സേഫ് ആവുന്നുള്ളൂ. അതല്ലാതെ ഒരു ഫണ്ട് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഒരുപാട് കൂടുതലാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്ടോറൽ ഫണ്ട്സ്. അതായത് എല്ലാ സ്റ്റോക്സും ഒരു സെക്ടറിൽ മാത്രമായിരിക്കും. ഒരു സെക്ടർ നന്നായി പെർഫോം ചെയ്താൽ മേ ബി നല്ല റിട്ടേൺസ് കിട്ടിയേക്കാം. പക്ഷെ അതേപോലെ തന്നെ ആ സെക്ടർ മോശമായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ലോസസും വളരെയധികം കൂടുതലായിരിക്കും. എക്സാമ്പിൾ, 2017 റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്രയും ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നു. ഏതാണ്ട് 106% ഒരു കൊല്ലം കൊണ്ട് മാത്രം തന്നു. അത് കണ്ടിട്ട് നിങ്ങൾ 2018 മേ ബി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് -31% ആണ്. അതായത് എല്ലാ സ്റ്റോക്കും ഒരു സെക്ടറിൽ തന്നെ ആകുമ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ന്യൂസ് ആ സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലോണം താഴ്ത്തു വീഴുകയും ചെയ്യും. നമ്മുടെ പോർട്ട്ഫോളിയോ വളരെയധികം റെഡുമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എല്ലാവരും കോമൺ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് മിസ്റ്റേക്സ് എന്തായെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനി ഫെർദർ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മിസ്റ്റേക്സ് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്.